ക്വിസ് 2024 പഠന ഭാഗമായ പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 38 ഭാഗം 2. ചോദ്യം 1. ആരുടെ അവസാനം അനുസ്മരിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം പ്രഭാഷകന്റെ. ചോദ്യം 2. എപ്പോൾ മരിച്ചവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ. ചോദ്യം 3. എപ്പോൾ ആശ്വസിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം മരിച്ചവന്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ. ചോദ്യം 4. ആരുടെ വിജ്ഞാനമാണ് വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നത്? ഉത്തരം പണ്ഡിതന്റെ. ചോദ്യം 5. എപ്പോഴാണ് ജ്ഞാനം ലഭിക്കുക എന്നാണ് പറയുന്നത്? ഉത്തരം വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ. ചോദ്യം 6. എന്തിനെ പിടിക്കുന്നവൻ എങ്ങനെ വിജ്ഞനാകുമെന്നാണ് പറയുന്നത്? ചോദിക്കുന്നത്. ഉത്തരം കലപ്പ. ചോദ്യം 7. എന്തിൽ അഭിമാനിക്കുന്നവൻ എങ്ങനെ വിജ്ഞനാകുമെന്നാണ് ചോദിക്കുന്നത്? ഉത്തരം ചാട്ടയിൽ. ചോദ്യം 8. എന്തിനെ തെളിക്കുകയും നോക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകുമെന്നാണ് ചോദിക്കുന്നത്? ഉത്തരം കാളയെ. ചോദ്യം 9. കാളയെ തെളിക്കുകയും നോക്കുകയും ചെയ്യുന്നവൻ എന്തിനെ പറ്റി ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ഉഴവു ചാലുകളെ പറ്റി. ചോദ്യം 10. കാളയെ തെളിക്കുകയും നോക്കുകയും ചെയ്യുന്നവൻ ആരുടെ തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം പശുക്കുട്ടികൾക്കുള്ള. ചോദ്യം 11. കാളയെ തെളിക്കുകയും നോക്കുകയും ചെയ്യുന്നവനെ പോലുള്ളത് ആരൊക്കെ? ഉത്തരം കൊത്തുപണിക്കാരും കരുവേല വിദഗ്ധരും. ചോദ്യം 12. എങ്ങനെയുള്ള കൊത്തുപണിക്കാരും കാളയെ തെളിക്കുകയും നോക്കുകയും ചെയ്യുന്നവനെ പോലെയാണെന്നാണ് പറയുന്നത്? ഉത്തരം രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന. ചോദ്യം 13. കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും എന്ത് നിർമ്മിക്കുന്നതിനാണ് മനസ്സിരുത്തുന്നത്? ഉത്തരം പുതിയ രൂപങ്ങൾ. ചോദ്യം 14. കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും എന്ത് രചിക്കുന്നതിലാണ് മനസ്സിരുത്തുന്നത്? ഉത്തരം ചൈതന്യമുള്ള ചിത്രങ്ങൾ. ചോദ്യം 15. കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും എന്ത് തീർക്കുന്നതിലാണ് മനസ്സിരുത്തുന്നത്? ഉത്തരം പണിക്കുറ. ചോദ്യം 16. കൊത്തുപണിക്കാരനും കരവേല വിദഗ്ധനും സമാനമായിട്ടുള്ള മറ്റൊരു പണിക്കാരൻ ആര്? ഉത്തരം ഇരുമ്പ് പണിക്കാരൻ. ചോദ്യം 17. ഇരുമ്പ് പണിക്കാരന്റെ മാംസത്തെ ഉരുക്കിക്കളയുന്നത് എന്ത്? ഉത്തരം അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ്. ചോദ്യം 18. ഇരുമ്പ് പണിക്കാരൻ ഇല്ലാതാകുന്നത് എപ്രകാരം? ഉത്തരം ഉലയിലെ ചൂടേറ്റ്. ചോദ്യം 20. എന്ത് ശബ്ദമാണ് ഇരുമ്പ് പണിക്കാരന്റെ കാതുകളിലുള്ളത്? ഉത്തരം കൂടമടിക്കുന്ന. ചോദ്യം 21. ഇരുമ്പ് പണിക്കാരന്റെ കണ്ണുകൾ പതിയുന്നത് എന്തിൽ? ഉത്തരം പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ. ചോദ്യം 21. എപ്രകാരം മരംകടിക്കാൻ ഇരുമ്പ് പണിക്കാരൻ തത്വശ്രദ്ധനാണ് എന്നാണ് പറയുന്നത്? ഉത്തരം പണിക്കുറ തീർത്ത്. ചോദ്യം 22. ഇരുമ്പ് പണിക്കാരന് പോലെ തന്നെ എന്ന് പറയുന്നത് ഏത് പണിക്കാരനെ കുറിച്ചാണ്? ഉത്തരം കുശവൻ. ചോദ്യം 23. കുശവൻ ജോലി ചെയ്യുന്നത് എപ്രകാരം? ഉത്തരം കാലുകൊണ്ട് ചക്രം തിരിച്ച്. ചോദ്യം 24. കുശവൻ സർവദാ മുഴുകിയിരിക്കുന്നത് എന്തിൽ? ഉത്തരം കൃത്യനിർവഹണത്തിൽ. ചോദ്യം 25. കുശവന്റെ പ്രയത്നം നിർണയിക്കുന്നത് എപ്രകാരം? ഉത്തരം എണ്ണം നോക്കി. ചോദ്യം 26. കുശവൻ കൈകൊണ്ട് രൂപം കൊടുക്കുന്നത് എന്തിന്? ഉത്തരം കളിമണ്ണിന്. ചോദ്യം 27. കുശവൻ കളിമണ്ണ് കുഴച്ച് പാകമാക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം കാലുകൊണ്ട്. ചോദ്യം 28. എന്തെല്ലാം കാര്യങ്ങളിലാണ് കുശവൻ ശ്രദ്ധ പതിക്കുന്നത്? ഉത്തരം മിനുക്കുന്നതിൽ, തീച്ചൂള വൃത്തിയാക്കുന്നതിൽ. ചോദ്യം 29. കുശവനും ഇരുമ്പ് പണിക്കാരനും എല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഉത്തരം കരവിരുതിനെ. ചോദ്യം 30. ഇവരെല്ലാം കൂടാതെ എന്ത് പണിയാനാവില്ല എന്നാണ് പറയുന്നത്? ഉത്തരം നഗരം. ചോദ്യം 31. നഗരം പണിയുന്നില്ലെങ്കിൽ ആളുകൾക്ക് അവിടെ എന്തിനു സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം വരുന്നതിനോ താമസിക്കുന്നതിനോ. ചോദ്യം 32. എങ്കിലും ഇരുമ്പ് പണിക്കാരൻ, കുശവൻ എന്നിവർ എവിടേക്ക് വിളിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം പൗരസമ്മതികളിലേക്ക്. ചോദ്യം 33. എവിടെ ഇരുമ്പ് പണിക്കാരൻ, കുശവൻ എന്നിവർക്ക് പ്രാമുഖ്യമില്ല എന്നാണ് പറയുന്നത്? ഉത്തരം പൊതുസഭയിൽ.
ചോദ്യം 34. ഇരുമ്പ് പണിക്കാരൻ, കുശവൻ എന്നിവർ എവിടെ ഇരിക്കുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം ന്യായാസനത്തിൽ. ചോദ്യം 35. ഇരുമ്പ് പണിക്കാരൻ, കുശവൻ എന്നിവർ എന്ത് ഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം വിധി പ്രസ്താവം. ചോദ്യം 36. ഇരുമ്പ് പണിക്കാരൻ, കുശവൻ എന്നിവർക്ക് എന്തെല്ലാം വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം അനുശാസനമോ വിധി പ്രസ്താവമോ. ചോദ്യം 37. ഇരുമ്പ് പണിക്കാരൻ, കുശവൻ എന്നിവർ എന്ത് പ്രയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം ആപ്തവാക്യങ്ങൾ. ചോദ്യം 38. എന്നാൽ ഇരുമ്പ് പണിക്കാരൻ, കുശവൻ എന്നിവർ എന്ത് നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം ലോകത്തിന്റെ ഘടന. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: ഇരുമ്പ് പണിക്കാരൻ, കുശവൻ എന്നിവരുടെ പ്രാർത്ഥന എന്താണ്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക.